ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കും നല്ല ക്രിസ്പി ആയിട്ട് നല്ല നമുക്കാണെങ്കിൽ ആട്ടയുടെ സമോസ നമുക്ക് എങ്ങനെ റെഡിയാക്കാം നമുക്കൊന്ന് കണ്ടാലോ. ഇന്ന് നമുക്ക് ഫ്രൈ ചെയ്ത സമോസയാണേ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും പറയും മൈദ കൊണ്ട് സമോസ കഴിക്കാൻ ടേസ്റ്റുള്ളത്, പക്ഷേ ആട്ടയും കൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യുന്നൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു മിക്സി ജാർ എടുക്കും. അതിനകത്ത് 4 ടേബിൾ സ്പൂൺ നമുക്ക് റവയാണെങ്കിൽ ഇച്ചിരി തരിയുള്ള റവയായിരുന്നു കേട്ടോ, അതുകൊണ്ട് അത് പൊടിച്ചെടുത്ത്. നിങ്ങൾക്ക് തരി ഇല്ലാത്ത നല്ല നൈസായിട്ട് റവയും കിട്ടത്തില്ല, അങ്ങനത്തെ കിട്ടുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ പൊടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഇച്ചിരി തരിയുള്ളതായതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഈ കപ്പിന് 2 കപ്പ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ റവ അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അരിമോദകം നമുക്ക് അതിട്ട് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 4 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ നെയ്യിട്ട് കൊടുക്കാം. നെയ്യിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കാണെങ്കിൽ കയ്യിലൊന്ന് ഒരു പിടിയൊന്ന് പിടിച്ച് നോക്കാം. നന്നായിട്ട് പിടിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത്ര ഇതും കൊണ്ടാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സമോസ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് തീരെയും പിശിക്കാൻ പാടില്ല. അതിന് വേണ്ടിയായിട്ട് ഇത് മസ്റ്റായിട്ട് ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ അതേ കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് പിടിച്ച് വെക്കാം. അതേ കണ്ട ഇതുപോലെ പൊട്ടാൻ നമുക്ക് കിട്ടണം. അപ്പോൾ കൈ കൊണ്ട് പ്രസ്സാക്കിയപ്പോഴാണ് അത് പൊട്ടിയത്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട്, പൂരിക്കൊക്കെ നമ്മൾ ആട്ട കുഴക്കും, ചപ്പാത്തിക്ക് നമ്മൾ സോഫ്റ്റ് ആയിട്ടാണ് കുഴക്കുന്നത്, പക്ഷേ പൂരിക്ക് നമ്മൾ ഇച്ചിരി ഹാർഡായിട്ടാണ് കുഴക്കുന്നത്. അതനുസരിച്ച് വേണേ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ ആട്ടയൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റത്തേക്കോ അല്ലെങ്കിൽ 20 മിനിറ്റത്തേക്കോ എപ്പോഴാണ് വരെ നമ്മൾ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കുന്നത് വെച്ചാൽ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ അപ്പോഴത്തേക്കാണെങ്കിൽ എക്സ്ട്രാ എത്രയും വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ റവ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് സോക്ക് ചെയ്ത് ഒന്നും കൂടി ടൈറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് എന്തൊക്കെ മസാല ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതെല്ലാം സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് നോക്കിയാൽ മതി എന്തൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്ന്. ഇനിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ അത് അതും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കായപ്പൊടിയും ഇട്ട് കൊടുക്കണം. കായം കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ക്രഷ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്ത് അത് വേവിക്കാതെ നമ്മൾ ഇടുവാണെങ്കിൽ ഇത് കടായിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അഥവാ നിങ്ങളാണെങ്കിൽ ഉണങ്ങിയ മട്ടാണ് ഗ്രീൻ പീസാണ് എടുക്കുന്നത് വെച്ചാൽ അത് ഒരു 7 മണിക്കൂറത്തേക്ക് കുതിർത്തിയതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഞാൻ ഇട്ട മസാലകളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് നമുക്ക് ഗ്രീൻ പീസ് വേവിക്കാതിടുവാണെങ്കിൽ ഗ്രീൻ പീസ് വെന്തതിന് ശേഷമേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രീൻ പീസ് വെന്ത കാരണം കൊണ്ട് ഞാനത് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വന്ന് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ. 5 ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി അങ്ങനെ മാഷ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊരു ചങ്ക്സ് വേണം നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രീതി വേണം ചെയ്യാനായിട്ട്. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കണം കേട്ടോ, നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം മിക്സാക്കി ഒന്നും കൂടെ വെക്കണം കേട്ടോ. നമ്മൾ ആട്ടയെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 20 മിനിറ്റ് സമയം പിടിച്ചായിരുന്നു കേട്ടോ. അപ്പം സ്റ്റഫിങ് നമ്മൾ തണുത്തതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാവുള്ളൂ. അപ്പോൾ അതേ ഇതുപോലെ ഒരു പറാട്ടയൊക്കെ ഉണ്ടാക്കുന്ന അത്രയേ ഇല്ലേ, ചപ്പാത്തിനെക്കാട്ടി ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു ഉരുള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഒത്തിരി തിക്കായിട്ട് പരത്താൻ പാടില്ല, ഇച്ചിരി ഒരു മീഡിയം തിക്നെസ് വേണം പരത്തിയെടുക്കാൻ. പിന്നെ നീളനെ വേണേ പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ. അപ്പോൾ ഈ ഒരു ഉരുളയും കൊണ്ട് നമുക്ക് 2 സമോസ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ആക്കിയതിന് ശേഷം നടുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സമോസ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം വെള്ളം കൊണ്ടൊന്ന് അവിടെ നിന്ന് നമുക്ക് എവിടെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെള്ളം തൊട്ട് കുറച്ചൊന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ പാക്ക് ചെയ്യണേ, അമർത്തി കൈ കൊണ്ട് നന്നായിട്ട് സീൽ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് വിട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ സ്റ്റഫിങ്ങകത്തൊക്കെ എണ്ണയായി കഴിഞ്ഞാൽ ഒത്തിരി എണ്ണയായി തോന്നും നമുക്ക്. അത് നന്നായിട്ട് സീലാക്കിയതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് സ്റ്റഫിങ്ങകത്ത് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ നന്നായിട്ട് അമ്മക്കി നിറയ്ക്കണേ. കൈ കൊണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ അമ്മക്കി, എന്ന് വെച്ചാൽ മസാല ഒത്തിരി നിറയ്ക്കാനല്ല പറഞ്ഞത്, 2 ടീസ്പൂൺ മസാലയുടെ ആവശ്യമേ ഉള്ളൂ. കൈ കൊണ്ടൊന്ന് അമ്മക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ സീൽ ചെയ്യുന്ന ഭാഗം മസാല ഇടയ്ക്ക് വരാൻ പാടില്ല. എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ എണ്ണയിലിടുമ്പോൾ ചിലപ്പോൾ തുറന്നു പോകാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആണെങ്കിൽ ശ്രദ്ധിച്ചില്ല കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതേ ഫസ്റ്റ് നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ ഇങ്ങനെ നിൽക്കുന്ന രീതി വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സമോസ നമുക്ക് പുറത്തൊക്കെ കിട്ടുന്ന കൂട്ട് തന്നെ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തേത് ഇതുപോലെ വെള്ളം കൊണ്ട് നമുക്ക് തൊട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അത് സ്റ്റഫിങ് നമുക്ക് നിറച്ച് കൊടുക്കണം. സീൽ ചെയ്യാൻ നന്നായിട്ട് സീൽ ചെയ്യണേ. എപ്പോഴും പറയുന്ന കൂട്ട് എണ്ണയിലൊക്കെ ഇട്ട് പോയാൽ പിന്നെ എണ്ണയൊക്കെ ആണെങ്കിൽ വിട്ടുപോയിക്കാൻ മസാലയൊക്കെ ആകെ അഴുക്കായിപ്പോവും, എണ്ണയും അഴുക്കായിപ്പോവും. അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ സാരിക്കൊക്കെ ഫോൾഡ് ചെയ്യത്തില്ലേ, അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ സീൽ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കണേ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ ഇതണക്ക് എല്ലാ സമോസയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം നമുക്ക് വറുത്ത് കോരി എടുക്കുന്ന ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കാവുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഒരു 15-20 മിനിറ്റിന് സമയം പിടിക്കും നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി കിട്ടാനായിട്ട്.
അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അത് അവിടെ നിന്ന് ആവട്ടെ. അന്നേരം കൊണ്ട് ബാക്കിയുള്ള ബാച്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തോന്നത്തില്ല ഇതുപോലെയൊക്കെ പൊങ്ങി വന്നെന്ന്, അതിന് ശേഷം നമുക്കിത് മറിച്ചിടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, എണ്ണ ദേഹത്ത് തെറിക്കാതെ സൂക്ഷിച്ച് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ഒന്നും കൂടെ മൊരിഞ്ഞ് നന്നായിട്ട് ഒന്നും കൂടെ ഇതായിട്ട് ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇതുപോലെ എടുക്കത്തില്ലയോ, ഇനി എണ്ണ ഒന്നും കൂടെ നന്നായിട്ട് ചൂടാക്കുക. പിന്നെ രണ്ടാമത്തെ വട്ടം കൂടെ നമ്മൾ എണ്ണയിട്ട് ഒന്നും കൂടെ വറുത്ത് കോരി എടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.